ഇതാ സർ, ഇട്ട് തന്നോളൂ. ഈ ചലഞ്ചിൽ വിജയിക്കാൻ അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ എന്തോന്ന് ചലഞ്ച്? ഒരു വളക്കട വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ വളക്കടയുടെ ഫാക്ടറി വാങ്ങിച്ചു തരും. അതാണ് ചലഞ്ച്. അല്ലാതെ വെറുതെ ആ കൈ ഇങ്ങോട്ടിരിക്കുക. അപ്പൊ ശരി, കമാൺ. എന്നോടാ കളി? അയ്യോ, അങ്ങനെയല്ല സർ. എല്ലാ വളയും ഒരുമിച്ചിട്ട് തരണം. 1 ഡസൻ 12 എണ്ണം ഒരുമിച്ച്. ഓക്കേ, നോ പ്രോബ്ലം. പക്ഷേ ഒരു കാര്യമുണ്ട് സർ, ഒരു വളയെങ്കിലും പൊട്ടിയാൽ സാറ് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. സാറ് വിജയിച്ച ഇനി സാർ എന്ത് പറഞ്ഞാലും ഞാനത് അതുപോലെ സത്യമായിട്ട് കരുതും. ആർ യു റെഡി? ഓഫ് കോഴ്സ് റെഡി. എടോ, ഇതൊന്നും ഒരു വലിയ ആന കാര്യമല്ല ചന്ദ്രവർമ്മന്. കഴിഞ്ഞിട്ടു കിട്ടുള്ളൂ സർ. ഇത് വലിയ ആനക്കാര്യൊന്നുമല്ലല്ലോ, വെറും ചെയ്യല് കേസല്ലേ. അത് ഇതിനൊരു പ്രത്യേക നേക്ക് വേണമെന്ന് തോന്നുന്നു അല്ലേ? ആയിരിക്കും. അല്ല, സാറിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്റെ ടെൻഷൻ അടിച്ചോ? അതോ പേടിയാണോ വളയിടാൻ? അതൊന്നുമല്ല, ഈ കൂടുതൽ ബലം പ്രയോഗിച്ച തന്റെ കൈ വേദനിക്കുമെന്നുള്ള പേടിയാ. അപ്പൊ സാർ ഈ ചലഞ്ചിൽ തോറ്റെന്ന് കരുതട്ടെ ഞാൻ? ഇതൊക്കെ ഒരു കുട്ടിക്കളിയല്ലേ. ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് കാണാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ അല്ലല്ലോ. ഒരു ചലഞ്ച്. ഇത് ശരിയാകുന്നില്ല. ഞാൻ ആർക്കും വളയിട്ട് കൊടുത്ത് പ്രാക്ടീസ് ഇല്ലാത്തോണ്ട്. ശരിയാവും, ശരിയാക്കാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ശരി സർ, സമയം എടുത്തോളൂ. ഞാനൊരു 24 മണിക്കൂർ സമയം തരാം സാറിന്. അല്ലെങ്കിൽ വേണ്ട, സാറിന് എന്നെക്കാളും ഇരട്ടി വയസ്സല്ലേ. അതുകൊണ്ട് 24 അല്ല 48 മണിക്കൂർ സമയം അനുവദിച്ചിരിക്കുന്നു. സാറ് സമാധാനായിട്ട് കയ്യില് വളയിട്ട് തന്നാ മതി. ഒരു ധൃതിയും വേണ്ട. ഓക്കെ അല്ലേ? ഇത് ചൂടുകൊണ്ട് എന്റെ കൈയൊക്കെ വേർത്തിട്ട് വള പിടിക്കുമ്പോ സ്ലിപ്പായി. തൽക്കാലം ഇത് പിടിച്ചാട്ടെ. വളയിടൽ 48 hours ചലഞ്ച് ആരംഭിക്കുന്നു. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് പണിയാവോ? രവി, നീ ഇതെവിടെയാ?
വള വാങ്ങാൻ ഇറങ്ങി. ആർക്ക്? ആ, അപ്പൊ ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടോ? ശരി ശരി. ഹ്, ഓഫീസിലെ AC റൂമിലിരുന്ന് കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ആള് തെരുവില് വളയും ചാന്തും പൊട്ടും വാങ്ങിച്ച് നടന്നോ? നിന്റെയൊക്കെ തലവിധി. ഹ്, ഒന്നും പറയാനില്ല എനിക്ക്. ഞാൻ ഫോൺ കട്ട് ചെയ്യാ. ഹലോ രാജാറാം സാർ. ആ? ആ, ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എന്റെ ക്യാബിനിലേക്ക് വെച്ചേക്കും. ശരി മേഡം. രവിവർമ്മൻ സാർ ഇതുവരെ എത്തിയില്ലല്ലോ. സാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ? എവിടെയാ സാർ ഇപ്പോ ഉള്ളത്? ആ, അത് സാറ് വള വാങ്ങിക്കാൻ. വാട്ട്? സാറ് വള വാങ്ങിക്കാനോ? ഏത് വള? രാജാറാം സാർ എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, സോറി 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 സാന്ദ്ര മാഡം. ഞാൻ പെട്ടെന്ന് വേറെന്തോ ആലോചിച്ചു. കൊള്ളാം. പെട്ടെന്ന് ആലോചിക്കുമ്പോ വളയും മാലയൊക്കെയാണോ മനസ്സിൽ വരുന്നത്? എനിവേ, ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഇവിടെ ഓഫീസിൽ രവിവർമ്മൻ സാർ ഇല്ലാതെ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്യണോ വേണ്ടയോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പൊ സാർ എത്തേണ്ട സമയവും കഴിഞ്ഞു. സാറിന് ഞാൻ ഫോൺ വിളിച്ചപ്പോ എടുത്തില്ല. രാജാറാം സാർ, ഇസ് എവറിത്തിങ് ഓക്കെ വിത്ത് ഹിം? സത്യം പറയൂ, സാർ എവിടെയാ ഇപ്പോ ഉള്ളത്? സാറോട് അടുത്തുണ്ട് മാഡം, ഉടൻ വന്നോളൂ. അടുത്തോ? അടുത്തെവിടെ? സോറി സാന്ദ്ര മാഡം, എനിക്ക് അല്പം അർജന്റ് ജോലിയുണ്ട് ഇവിടെ. നമ്മുടെ സ്റ്റോക്ക് റൂം ഇല്ലേ, അതൊന്ന് പെയിന്റ് ചെയ്യാനാണ് പ്ലാൻ. പെയിന്ററോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വന്നിട്ട് അതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ഞാൻ കണക്ക് തന്നോളാം. സ്റ്റോക്ക് റൂം പെയിന്റ് ചെയ്യാനോ? അപ്പോഴാ ഫയലുകളെല്ലാം ആദ്യം മാറ്റണ്ടേ? എന്താ രാജാറാം സർ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നത്? ഇതൊക്കെ മുൻകൂട്ടി അറിയിച്ചാലല്ലേ നമുക്കും അല്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. എന്തിന്? ഇത് വെറും സ്റ്റോക്ക് റൂം മാത്രമേ ഉള്ളൂ മാഡം, ഹോൾ ബിൽഡിംഗ് ഒന്നും ഇല്ല. അതാ നേരത്തെ പറയാതിരുന്നത്. എന്നാലും എന്തിനാ രാജാറാം സർ ഇത്ര സഡൻ ആയിട്ട് സ്റ്റോക്ക് റൂം ഒക്കെ പെയിന്റ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റോക്ക് റൂം വല്ലതും അവാർഡിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ? കളിയാക്കല്ലേ സാന്ദ്ര മാഡം, വർഷങ്ങളായിട്ട് കുറെ പഴയ ഫയൽസ് എല്ലാം അവിടെ ഇരിക്കുകയല്ലേ. അതൊക്കെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ സ്റ്റോക്ക് റൂം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാ ഇപ്പോഴീ ക്ലീനിങ്ങും പെയിന്റിങ്ങും ഒക്കെ. ഇനിയെങ്കിലും ഇതൊക്കെ കൃത്യമായി ചെയ്തില്ലെങ്കിലേ ആ ഫയലുകളിൽ നിന്ന് വല്ല പ്രേതാത്മാവും പുറത്തു ചാടിയാലോ? വാട്ട്? പ്രേതാത്മാവോ? വാട്ട് യു മീൻ? അതെ മാഡം, പണ്ടൊരു മന്ത്രി പറഞ്ഞത് കേട്ടിട്ടില്ലേ, സർക്കാർ ഓഫീസിലെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. വർമ്മൻ ഗ്രൂപ്പിലും അതുപോലൊക്കെ തന്നെ. ചില ഫയലുകളിൽ ചില ജീവിതങ്ങൾ കാണും, പേടിപ്പെടുത്തുന്ന ജീവിതങ്ങൾ. ഇവിടെ വെറും 10 വർഷമായ സാന്ദ്ര മാഡത്തിന് അതറിയാത്തതുകൊണ്ടാണ്. അതെ അതെ. ഇതാ വേണം. ഓ, കൊറേ നാളായല്ലേ നമ്മള് ത്രിസന്ധിക്ക് ഇങ്ങനെയായിരുന്നില്ല ആത്തി അടിക്കുന്നത്. അതെ അതെ, കുടുംബത്തിൽ എല്ലാ പേരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ മനസ്സിന് കിട്ടുന്നത് വലിയ സന്തോഷം, വളരെ വലിയ സന്തോഷം. എന്നാ പിന്നെ എന്നും നമുക്കിങ്ങനെ കൂടിക്കളയാം. അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അമ്മ ഈ വീടിന്റെ വിളക്കല്ലേ? മധുരമുള്ള വിളക്കാണെന്നോ? അപ്പൊ ഞാനോ? താനാണ് ഇവിടത്തെ സൗണ്ട് സിസ്റ്റം.
ബമ്പര 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 ഭാ ബമ്പര 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 ബാ ബമ്പര 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 ഭാ ബമ്പര 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 ബാ ബമ്പര 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 ഭാ ബമ്പര 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 ബാ ബം 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 ബമ്പര ബം 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 ബമ്പര 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 ഭാ സത്യമാണോ? താനില്ലെങ്കിൽ ഇവിടെ ടോട്ടൽ സൈലന്റ് ആയിരിക്കും. രഘു, നീ വെറുതെ രേഖയെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ദേ, മോളും ഈ വീടിന്റെ ഐശ്വര്യം തന്നെയാ. ഇവന്റെ വട്ട് നീ മൈൻഡ് ചെയ്യണ്ട. താങ്ക് യു മദർ-ഇൻ-ലോ, താങ്ക്സ് എ ലോട്ട്. അതെ, ഇനി രഘുവിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. എനിക്ക് മദർ-ഇൻ-ലോയുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഓ, ആ മതി. എന്റെ 2 ആൺമക്കളോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് വിഷയമാണ്. എന്താ അമ്മേ, എന്തുറ്റി? നിങ്ങൾ എന്നോടൊരു സത്യം മറച്ചു വെച്ചു. ഒടുവിൽ അതെന്നോട് തുറന്നു പറഞ്ഞത് എന്റെ ഈ സ്വന്തം മരുമകള. രവി, നീ പോലും അക്കാര്യം എന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ. എത്ര നാളാ നിനക്കിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നത്? അമ്മേ, അതിന് ഞാൻ അമ്മയോട് പറയാനിരുന്നതാ. പക്ഷേ സാഹചര്യങ്ങൾ. ഐ എം സോറി അമ്മേ, ഐ എം സോറി. അയ്യോ അമ്മേ, അതിന് ചേട്ടാ എന്ത് തെറ്റ് ചെയ്തു? റോഡിലെ ആക്സിഡന്റ് വരുത്തിയത് ഞാനും രേഖയല്ലേ? ആ ദേ, നോക്ക് നോക്ക്, അവൻ ഇപ്പോഴും വാ തുറക്കാതിരിക്കുന്ന കണ്ടില്ലേ? കള്ളപ്പരിശ. ഞാൻ വിഷമിക്കുമെന്ന് കരുതി നീ അത് ഒളിച്ചു വെച്ചു അല്ലേ? അത് മനഃപൂർവ്വമല്ലമ്മേ, ചെറിയൊരു ആക്സിഡന്റ് അല്ലേ, വേറെ ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അപ്പോ ഞാൻ കരുതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആക്സിഡന്റ് പറ്റിയത് എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. ഇവർക്ക് 2 ആൾക്കും അതിൽ ഉത്തരവാദിത്തം ഇല്ല. ഐ എം സോറി. അനിയത്തിക്കുട്ടി വിഷമിക്കണ്ട. ഇവിടെ നന്നായി ഡ്രൈവ് ചെയ്യോ അമ്മേ. ഇനി ഉറപ്പായിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെയല്ലേ? അതിന് ചേട്ടായി ആക്സിഡന്റ് നടന്നപ്പോ ഡ്രൈവ് ചെയ്തത് ഞാനാണ്, രേഖയല്ല. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു അത്. പിന്നെ ആക്സിഡന്റ് പറ്റിയ ആളെ അപ്പോ തന്നെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു. ആ, ഡ്രൈവ് ചെയ്തത് രേഖയായിരുന്നില്ല. അപ്പോ അനിയത്തിക്കുട്ടി പറഞ്ഞല്ലോ ആക്സിഡന്റ് സംഭവിച്ചത് സ്വന്തം മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. ഇപ്പൊ ഞങ്ങളെല്ലാം കേട്ടതല്ലേ? അല്ല, ഞാൻ രേഖയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിത് പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും അല്ലല്ലോ കള്ളം പറഞ്ഞ് രക്ഷിക്കാൻ. നമ്മൾ ഒരേ കുടുംബത്തിലുള്ളവരല്ലേ ഉള്ളൂ. എന്നുവെച്ചാ? അത് ശരി തന്നെ. പക്ഷേ രഘുവിന് അനിയത്തിക്കുട്ടിയോട് അത്ര ഇഷ്ടമുണ്ടെന്നാണ് അങ്ങനെ അവൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നും അങ്ങനെ തന്നെ വേണം രഘു. എനിക്ക് സന്തോഷമായത് കേട്ടപ്പോ. പിന്നെന്തിനാ സാറും മാഡം കൂടെ ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് നിങ്ങളുടെയൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എനിക്ക് രേഖയോട് അന്നുള്ള ഇഷ്ടവും അടുപ്പവും എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയും അതുണ്ടായിരിക്കും. അല്ലേ രേഖ? എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? നിനക്ക് അനിയത്തിക്കുട്ടിയോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തു പറയുന്നു? എന്നുവെച്ചാൽ രേഖയ്ക്ക് എന്താണ് ഇഷ്ടം, എന്തൊക്കെ ഇഷ്ടമല്ല എന്ന് ചോദിക്കാതെ ഞാൻ പറയണോ നിങ്ങളോട്? നോ 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 നോ, അതൊക്കെ ചാനലിലെ സ്റ്റുഡിയോ ഫ്ലോർ കളികളല്ലേ. ഞാൻ വേറൊരു ടെക്നിക്ക് പറയാം. അതായത് കുറച്ചു വളകൾ നീ അനിയത്തിക്കുട്ടിയുടെ കയ്യിലിട്ട് കൊടുക്കണം, ഒന്നുപോലും പൊട്ടിക്കാതെ. പറ്റുമോ നിനക്ക്? സർ, ഈ പ്രേമം പ്രണയം എന്നൊക്കെ പറയുമ്പോഴേ ഒരുതരം വളച്ചെടുക്കലാണെന്നാണ് പറയുന്നത്. ഒരാള് മറ്റൊരാളെ വളയത്തിലാക്കുന്ന പരിപാടി. അതാണോ സാർ ഇപ്പോ ഈ വളയിട്ട് കൊടുക്കാൻ പറയുന്നത്? ഗോപി, മതി, നിന്റെ പുളിച്ച തമാശയൊന്നും ഇവിടെ വേണ്ട. ബ്രദറിലോ എന്താ പറഞ്ഞത്? രഘു എനിക്ക് വളയിട്ട് തരണോന്നോ? അതെ.
കയ്യിലല്ലേ? അല്ല, സാറിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്റെ ടെൻഷൻ അടിച്ചോ? അതോ പേടിയാണോ വളയിടാൻ? ഹേയ്, അതൊന്നുമല്ല. ഈ കൂടുതൽ ബലം പ്രയോഗിച്ച തന്റെ കൈ വേദനിക്കുമെന്നുള്ള പേടിയാ. അപ്പൊ സാർ ഈ ചലഞ്ചിൽ തോറ്റൊന്ന് കരുതട്ടെ ഞാൻ. ദാ, ദാ മോനെ, ഒന്നും പൊട്ടിക്കരുത്. ആ, കോളേജിൽ പഠിക്കുമ്പോ ഗേൾ ഫ്രണ്ട്സിന് നോ 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 നോ, സോറി സോറി സോറി. 2 കൊല്ലമായി രേഖയുടെ കയ്യിൽ മാത്രം. ആ. അതല്ല രവി, നിനക്കതിലെന്താ ഇത്രമാത്രം ഉത്സാഹം? നീ ആർക്കെങ്കിലും വളയിട്ട് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഏ? അങ്ങനൊന്നുമില്ലമ്മേ. ആ, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കയ്യിൽ വളയിടാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇളം പ്രായത്തിൽ അവരുടെ കൈകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പെന്ത് പറയുന്നു? 100% ഞാൻ പറഞ്ഞില്ലേ? Yeah, sure. 100%. You are right. എന്താണ് 100%? Nothing, ചേട്ടായി. നത്തിങ് ബ്രദറല്ലോ. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മദറിൻലോ. ഇനി ഇതിനപ്പുറം വേറെ പ്രൂഫ് ഒന്നും വേണ്ടല്ലോ. രേഖ, താൻ പുലിയാണ്. ആദ്യമൊക്കെ താൻ വെറുതെ പറയുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിലെന്തോ ഉണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം ഉടൻ തന്നെ. യെസ്. യെസ്.